ഹൗ ടു കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. എങ്ങനെയാണ് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 1:1. ഇവിടെ എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണ്. എയുടെ ഷെയർ എന്ന് പറയുന്നത് 1/2, ദെൻ ബിയുടെ ഷെയർ 1/2. ഈ ഒരു ഫേമിലേക്ക് അവർ സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സായിട്ട് എയും ബിയും സിയും ഉണ്ടാവും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും 1:1 ആണ്. രണ്ട് കേസിലും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ എയുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 1/3 ആണ്. ബിയുടെ ഷെയർ 1/3 ആൻഡ് സിയുടെ ഷെയറും 1/3. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ആരാണോ ഓൾഡ് പാർട്ട്നേഴ്സായിട്ട് ഉണ്ടായിരുന്നത് അവരുടെ ഓൾഡ് ഷെയറിൽ നിന്നും അവരുടെ പുതിയ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഷെയറിനെയാണ് നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ സാക്രിഫൈസ് സംഭവിച്ചിട്ടുള്ളത് എക്കും ബിക്കും ആണ്. കാരണം അവരുടെ പ്രോഫിറ്റ് ഷെയറിൽ നിന്ന് എടുത്തിട്ടാണ് പുതിയതായിട്ട് വന്ന സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സായിട്ടുള്ള എയുടെയും ബിയുടെയും ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓരോ പാർട്ട്ണറുടെയും സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കാദ്യം എയുടെ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. എയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 1/2 ആണ്. എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് ഷെയർ അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ ഷെയർ അല്ലെങ്കിൽ ന്യൂ റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ നമുക്കറിയാം. എയുടെ ഓൾഡ് റേഷ്യോ 1/2 ആണ്. ആ 1/2 നിന്നും ന്യൂ റേഷ്യോ ആയിട്ടുള്ള 1/3 മൈനസ് ചെയ്യണം. നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ രണ്ടിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇതിവിടെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. 3നെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 കിട്ടും. 1:1 × 3 തന്നെയാണ്. ദെൻ ഇവിടെ മൈനസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3 - 2. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 നമുക്ക് ലഭിക്കും. നമുക്ക് കിട്ടുന്നത് 3ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1/6. ഓക്കെ, 1/6. ഇനി ബിയുടെ കേസ് ഓക്കെ ആണെങ്കിലും ഇതേ ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കാണുകയാണെങ്കിലും നമുക്ക് കാണാം ഇതേ റേഷ്യോ തന്നെയാണ്. അപ്പം 1/2 ആണ് ബിയുടെ ഓൾഡ് റേഷ്യോ. 1/2 ആണ് ബിയുടെ ഓൾഡ് റേഷ്യോ മൈനസ് 1/3 ആണ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് നോക്കാം എയുടെ അതേ സെയിം ഷെയർ തന്നെയാണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് വേറൊരു മെത്തേഡിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കണം. അതിനുവേണ്ടി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 6 കിട്ടും. ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കാം. അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 3 ആണ്. 3/6 മൈനസ്. ഇനി ഇവിടെ ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/6 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 3/6 മൈനസ് 2/6. 3/6 മൈനസ് 3/6 മൈനസ് 2/6 എന്ന് പറയുന്നത് 1/6 ആണ്. 1/6. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എയുടേത് 1/6 ആണ്, ബിയുടേത് 1/6 ആണ്. അതായത് എയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയർ അതായത് 1/2 നിന്നും 1/6 ഭാഗമാണ് സി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് കൊടുത്തിട്ടുള്ളത്.
അതേപോലെ ബിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് ഷെയറിൽ നിന്നും 1/6 ഭാഗമാണ് സി എന്ന് പറയുന്ന ഇൻകമിങ് പാർട്ണർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 1:1 എന്ന് എഴുതാം. സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി 1:1. അപ്പോൾ ഇങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.